പണ്ട് ചിക്കൻ കോർണറുകളെ ബദലായി കാടക്കോഴികൾ കേരളത്തിൽ പ്രചാരം നേടിയ ഒരു കാലം. അന്ന് ഏതൊരു ഹോട്ടലിൽ എഴുതി വെച്ചിരുന്ന വാചകമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്: 1000 കോഴിക്ക് ഒരു കാട. അത്രമാത്രം ഔഷധ മൂല്യമുണ്ട് കാടയ്ക്കെന്നാണ് ആ എഴുത്തിൻ്റെ ചുരുക്കം. ഇപ്പം ദൈനംദിന പത്രം വായിക്കുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു കാര്യം, 1000 സഖാക്കൾക്ക് ഒരു സിസ. ഇത് സിസ തോമസ് എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ നടത്തുന്ന ഒരു ഒറ്റയാൻ പോരാട്ടം. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അവരുടെ സാഹസികത നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം SFI എന്ന 3 അക്ഷരം ഉറക്കം കെടുത്തുന്ന അല്ലെങ്കിൽ ഉറക്കം കെടുത്തിയ എത്രയോ അധികം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കേരളത്തിലുണ്ട് എന്നറിയാമോ? SFI എന്ന ആ 3 അക്ഷരം കേട്ടാൽ ഭയന്ന് വിറയ്ക്കുന്ന വൈസ് ചാൻസലർമാർ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായി ഇരുന്നു. JB വിളനിലം എന്ന് പറയുന്ന വൈസ് ചാൻസലറിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സമരം, പ്രീ ഡിഗ്രി ബോർഡ് സമരം, അങ്ങനെ ഇതൊക്കെ കേരളത്തിലെ ഇളക്കി മറിച്ച വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് SFI. ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ SFI നേതാക്കന്മാരെ കേരളത്തിലെ ജനങ്ങൾ വളരെ ബഹുമാനത്തോടാണ് കണ്ടത്, അല്ലെങ്കിൽ വാത്സല്യത്തോടാണ് കണ്ടത്. ബഹുമാനത്തേക്കാൾ കൂടുതൽ വാത്സല്യത്തോടാണ് കണ്ടത്, പ്രതീക്ഷയോടാണ് കണ്ടത്. പിന്നീട് അവരെ DYFIയുടെ നേതാക്കന്മാരായി മാറി. അവർ മന്ത്രിമാരും MLA മാരുമായി. ജനങ്ങളിൽ അവരിൽ അർപ്പിച്ചിരുന്ന വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ SFI ആ നിലയിലല്ല എന്ന് ദുഃഖത്തോടെ സമ്മതിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇവിടെ സിസ തോമസിനെ കുറിച്ച് പറയാനുള്ള കാരണം, കുറച്ചു കാലം മുമ്പ് പിണറായി വിജയൻ, സർവശക്തനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അതുപോലെ തന്നെ സാഹസികനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായും വന്ന ഒരു കാലഘട്ടം. രണ്ടുപേരും 18 അടവും പയറ്റിയ അംഗച്ചേകവന്മാരാണ്. നിരവധി അംഗം ജയിച്ചിട്ട് വന്ന ആളുകളുമാണ് അവർ രണ്ടുപേരും. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചാൻസലറും സർക്കാരുമായി നടന്ന സമരത്തിൽ ഒരു വൈസ് ചാൻസലർ പുറത്തായി. അദ്ദേഹത്തിന് ചാർജ് കൊടുക്കാൻ മറ്റൊരു വിദ്യാഭ്യാസ വിചക്ഷണയെയോ ആവശ്യമായി വന്നു. അതിന് യോഗ്യതയുള്ള ഒരാളെ തേടി ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ അലഞ്ഞ് നടക്കുക ഒരു കാലഘട്ടത്തിൽ. എങ്ങനെയോ അദ്ദേഹത്തിന് സിസ തോമസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണയുടെ പേര് കിട്ടി. അദ്ദേഹം അവരെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചു. അവിടെ ആണ് യുദ്ധത്തിൻ്റെ 1ാം അംഗം തുടങ്ങുന്നത്. അപ്പോൾ അംഗത്തട്ടിൽ ഒരു അംഗം വെട്ടി കഴിവ് തെളിയിച്ചിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചേകവരും, അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ സകല അടവുകളും പയറ്റി പൂഴിക്കടകൻ പയറ്റി ജയിച്ചു വന്ന പിണറായി വിജയൻ എന്ന ചേകവനും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അപ്പോൾ അവസാനം ആരിഫ് മുഹമ്മദ് ഖാൻ പിറകിലോട്ട് മാറിയിട്ട് പുത്തരി അംഗം കുറിക്കുന്ന സിസ തോമസ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണയാണ് അംഗത്തട്ടിലിറക്കുന്നത്. പിന്നീട് കേരളം കണ്ടത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. അവർ ചാർജ് എടുക്കാൻ വരുന്ന ദിവസം സമരമുണ്ടായി. അവരുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അവർ പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് വന്നു. ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ അവരെങ്ങനെയാണ് ഈ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്നത് എന്ന് കൗതുകപൂർവ്വം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. 30 വർഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിലും SFIക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. SFIയെ അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് കോളേജ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി, കോളേജ് പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി, അതല്ലെങ്കിൽ വൈസ് ചാൻസലർമാരെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം SFIക്കാർ സംഘടിതരാണ്, അതിലെല്ലാം ഉപരി സാഹസികരുമാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവരൊക്കെ ഭയന്ന് മാറി എന്നുള്ളതാണ് വാസ്തവം. ആ സ്ഥലത്തേക്കാണ് ധൈര്യപൂർവ്വം സിസ തോമസ് എന്ന സ്ത്രീ കടന്നു വരുന്നത്. ഇവിടെ സിസ തോമസിനെ പരാജയപ്പെടുത്താൻ 18 അടവും ഗവൺമെൻറ് പയറ്റി നോക്കി എന്നുള്ളതാണ് വാസ്തവം. അവർ കേസ് പറഞ്ഞു. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കോടതിയിൽ നിന്നും എണ്ണി അവർ വാങ്ങിച്ചെടുത്തു. ഗവൺമെൻറ്റിൻ്റെ എല്ലാത്തരം പ്രതിരോധങ്ങളെയും അവർ തകർത്ത് കളഞ്ഞു. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം നിയമാനുസൃതമായ മാർഗത്തിലൂടെ അവരത് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ 1ാം അംഗത്തിൽ സിസ തോമസ് വിജയിയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അവധിയിൽ പോകുന്നത്. ആർക്കാണ് ചാർജ് കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് അഹമ്മദ് ഖാന് പകരം വന്ന ആർലേക്കർ ചാർജ് കൊടുത്തത് സിസ തോമസിനാണ്. എന്തുകൊണ്ട് ആർലേക്കർ സിസ തോമസിന് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ചാർജ് കൊടുത്തു? സിസ തോമസ് എന്തായാലും ശരി RSSകാരിയല്ല, BJPക്കാരിയല്ല. അവർക്കെന്തെങ്കിലും രാഷ്ട്രീയമായ പക്ഷാഭേദമുണ്ടെന്ന് അവരുടെ പ്രതിയോഗികൾ പോലും പറഞ്ഞിട്ടില്ല. ഭരണകക്ഷിയും പറയുന്നില്ല, പ്രതിപക്ഷവും പറയുന്നില്ല. എന്തുകൊണ്ട് സിസ തോമസിനെ അത് ഏൽപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, ഗവർണർ നോക്കുമ്പോൾ കൃത്യമായി ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹസികനായ അല്ലെങ്കിൽ സാഹസികയായ ഒരാളെ മാത്രമേ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ചാർജ് എടുക്കാനായി പറഞ്ഞുവിടാൻ കഴിയൂ എന്ന് ഗവർണർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അങ്ങനെ സിസ തോമസിനെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പദവിയിലേക്ക് ചാർജ് എടുക്കാനായിട്ട് നിയോഗിച്ചു. അവരത് സസന്തോഷം ഏറ്റെടുത്തപ്പോൾ ഞാൻ അത്ഭുതത്തോടാണ് നോക്കിയത് സിസ തോമസ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന്. അവർ അങ്കക്കലി പൂണ്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രത്യേകിച്ച് SFIക്കാരുടെയും ഇടയിലേക്ക് അക്ഷോഭ്യയായി ഒരു കാറിൽ വന്നിറങ്ങുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അവിടെ വലിയ ബഹളങ്ങളുണ്ടായി. പക്ഷേ നിർനിമേഷയായി അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് പോയി ചാർജ് എടുത്തു. അതിനുശേഷം പിന്നീട് യുദ്ധം ആരംഭിക്കുന്നത് രജിസ്ട്രാറുമായിട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി അടക്കം കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും നടക്കുന്ന നിയമനം ഒരിക്കൽ പോലും ഒരിടത്തും മെറിറ്റ് നോക്കി നടന്നിട്ടില്ല. വെറും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമിക്കുന്ന ആളുകളാണ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറായിട്ടും കൺട്രോളർ ഓഫ് എക്സാമിനേഷനായിട്ടും അതല്ലെങ്കിൽ സിൻഡിക്കേറ്റ് മെമ്പർമാരായിട്ടും ഒക്കെ വരുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ആളുകൾ മാത്രമാണ്. അങ്ങനെ ഒരു ബോഡിയിലേക്ക് കടന്നു ചെല്ലുക അത്ര എളുപ്പമല്ല. കുറച്ച് ദിവസങ്ങൾ മുമ്പ് അവരെ ഒരു ഫയൽ എടുക്കാനായി സെക്ഷനിലേക്ക് ചെന്നപ്പോൾ അവരെ സിൻഡിക്കേറ്റ് മെമ്പർമാർ തടയുന്ന ചിത്രമാണ് കണ്ടത്. സിൻഡിക്കേറ്റ് യോഗം കൂടി. ആ സിൻഡിക്കേറ്റ് യോഗം തടസ്സപ്പെടുത്താൻ സിൻഡിക്കേറ്റ് മെമ്പർമാർ തീരുമാനിച്ചു. തൻ്റെ ഉത്തരവുകളെ അനുസരിക്കാത്ത രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ടാണ് സിസ തോമസ് സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് പോകുന്നത്. വൈസ് ചാൻസലർ നടത്തിയ സസ്പെൻഷൻ റദ്ദാക്കുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ചുമതല. അവരതിനാണ് ശ്രമിച്ചത്. എന്തായാലും ശരി, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് രണ്ടുപേരൊഴിച്ച് വലിയ ഭൂരിപക്ഷം CPMന് ഉണ്ട്. അവർ വൈസ് ചാൻസലർ ഇല്ലാതെ തന്നെ യോഗം കൂടി രജിസ്ട്രാർക്കെതിരായുള്ള സസ്പെൻഷൻ നടപടി പിൻവലിക്കുകയും റദ്ദാക്കുകയും ചെയ്തു. അതുമായിട്ട് തുടർന്നുള്ള കേസ് നടപടികളൊക്കെ ഇന്ന് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രശ്നം അതല്ല. സിൻഡിക്കേറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സിസ തോമസ് ഏകയായിട്ട് നേരെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് ചെന്നു എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം എത്രയോ കാലമായി കേരള യൂണിവേഴ്സിറ്റിയെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ യൂണിയനും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമാണ്. അപ്പോൾ സിൻഡിക്കേറ്റുമായി സിസ തോമസ് ഒരു യുദ്ധത്തിനിറങ്ങി തിരിച്ചു എന്ന് കേട്ടപ്പോൾ പല ആളുകളും തിരിച്ചത് സിൻഡിക്കേറ്റ് അല്ലേ, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഒരു സമിതിയല്ലേ, അവിടെ വൈസ് ചാൻസലർക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ലേ, അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ കഴിയില്ലേ? പാവം ജനങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സിൻഡിക്കേറ്റിനെ കുറിച്ച് അവർക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേര്, നിഷ്കളങ്കരായ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. സിൻഡിക്കേറ്റ് എന്നുള്ളതൊരു പേര് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്ന പല അംഗങ്ങളും. അവരുടെയൊക്കെ ഒരു ക്രെഡൻഷ്യൽ എടുത്ത് നോക്കിയാൽ അവരിലെ വിദ്യാഭ്യാസ വൈദഗ്ധ്യവും എത്ര വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, സിൻഡിക്കേറ്റ്, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ലേ? അവിടാണ് ഏറ്റവും വലിയ തെറ്റ്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു അക്കാദമിക് ബോഡിയാണെന്ന്. അവിടാണ് തെറ്റിപ്പോയത്. അത് മുതലക്കുളം മൈതാനം അല്ലെങ്കിൽ തേക്കുംകാട് മൈതാനം എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൂ. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അക്കാദമിക് ബോഡിയൊന്നുമല്ല. മുതലക്കുളം മൈതാനത്ത് മുതലയുണ്ട്, തേക്കുംകാട് മൈതാനത്ത് തേക്കുംകാടുണ്ടോ? ഒന്നുമില്ല. അതുപോലെ സിൻഡിക്കേറ്റിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വേണം എന്ന് ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ ആളുകൾ വളരെ കുറവാണെങ്കിലും, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരു മാന്യദേഹം എന്നോട് ചോദിച്ചത് അവർ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഒരു വേദിയല്ലേ എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് സഹതാപം തോന്നി. ദീർഘകാലം അദ്ദേഹം ഗൾഫിലായിരുന്നുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൈവരിച്ച മഹത്തായ പുരോഗതിയെക്കുറിച്ചും
അതുപോലെ തന്നെ അന്തർദേശീയ രംഗത്തിന് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ചും അപ്പം അവ അറിയാതെ ചോദിച്ചൊരു ചോദ്യമാണ്. എന്തായാലും ശരി, ഈ സിൻഡിക്കേറ്റിൻ്റെ ഇടയിലേക്ക് ഒരു പെൺപുലിയെപ്പോലെ സിസ തോമസ് ഇറങ്ങിച്ചെന്ന് ഒറ്റയ്ക്ക് യുദ്ധം നയിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിന് ബഹുമാനമാണ് സിസ തോമസിനോട് തോന്നിയത്. ഒരു സ്ത്രീക്ക് ഇത്രമാത്രം സാഹസികയായി പെരുമാറാൻ കഴിയുമോ? കഴിയും എന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം. ഝാൻസി റാണിക്ക് കഴിഞ്ഞില്ലേ? ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് കഴിഞ്ഞില്ലേ? അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീക്ക് അവരുടെ നിലപാട് ശരിയാണ് എന്ന് അവരുടെ മനസ്സാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആരുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സിസ തോമസ്. ഇത്തരം ധീരരായ വനിതകളാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തും നമ്മുടെ അക്കാദമിക് രംഗത്തും നമുക്ക് ആവശ്യമായുള്ളത്. രാജാവ് നഗ്നനാണെന്ന് പറയുവാൻ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കത മാത്രം പോരാ, ഒരു സാഹസികൻ്റെ ധീരതയും ഉണ്ടാകണം എന്ന് തെളിയിച്ച അപൂർവം ചില ആളുകളിലെ ഒരാളാണ് സിസ തോമസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.